ഇൻഡിക്കേറ്റേഴ്സ് എൻഡ് പോയിന്റ് വിസിബിൾ ആക്കുന്നു എന്ന് പറഞ്ഞു. അവരുടെ ആ ഒരു pH റേഞ്ചും നമ്മൾ പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഇവര് ആ ഒരു എൻഡ് പോയിന്റ് നമുക്ക് കാണിച്ചു തരുന്നത്, അല്ലെങ്കിൽ അവരുടെ ആക്ഷൻ എങ്ങനെയാണ്, ഇത് പറയാൻ വേണ്ടിയിട്ടുള്ള തിയറീസ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. സോ തിയറീസ് ഓഫ് ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ. ഇതിൽ ഒന്നാമത്തെ തിയറിയാണ് ഓസ്വാൾഡ് തിയറി. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത്തെ തിയറി വരുന്നത് ഓസ്വാൾഡ് തിയറിയാണ്. സോ അക്കോർഡിംഗ് ടു ഓസ്വാൾഡ് തിയറി, an acid base indicator is a weak organic acid or weak organic base which has one color in ionized form and another color in unionized form. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഒരു ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു വീക്ക് ഓർഗാനിക് ആസിഡ് ആവാം, അല്ലെങ്കിൽ എന്താവാം, ഒരു വീക്ക് ഓർഗാനിക് ബേസ് ആവാം. ഈ രണ്ട് ഓപ്ഷൻ ആണ് ഉള്ളത്. ദെൻ ഇവരെന്ത് ചെയ്യും? അയോണൈസ്ഡ് ഫോമില് ഒരു കളറും അൺഅയണൈസ്ഡ് ഫോമില് വേറൊരു കളറും ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. സപ്പോസ് നമ്മൾ ഒരു വീക്ക് ഓർഗാനിക് ആസിഡ് ഉള്ള ഒരു ഇൻഡിക്കേറ്ററിനെ കൺസിഡർ ചെയ്യുന്നു. ഇതാണ് അതിന്റെ ഫോർമാറ്റ്. ഞാൻ എച്ച് ഇൻഡിക്കേറ്റർ എന്ന് എടുത്തു. ഇത് ഞാൻ വാട്ടറിൽ അല്ലെങ്കിൽ ഒരു റിയാക്ഷനിൽ ഡിസോൾവ് ചെയ്യുന്നു. എന്ത് ചെയ്യും? ഓർഗാനിക് ആസിഡ് അല്ലേ, ആസിഡ് എന്ത് ചെയ്യുന്നു? H+ പ്രോട്ടോണിനെ റിലീസ് ചെയ്യുന്നു. റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്തായിട്ട് മാറി? ഇൻഡിക്കേറ്റർ -+H3O+ ആയിട്ട് മാറും. സോ ഇതാണ് ആസിഡ് വരുന്നത്, ഇതാണ് ബേസ് ആയിട്ട് വരുന്നത്, കോൺജുഗേറ്റ് ബേസ്. ഓക്കെ. സോ അയണൈസ്ഡ് ഫോം അല്ലെങ്കിൽ അൺഅയണൈസ്ഡ് ഫോമിൽ ഇത് ഒരു കളർ കാണിക്കും, അയണൈസ്ഡ് ഫോമിൽ എന്ത് കാണിക്കും? വേറെ കളർ കാണിക്കും. ഇതാണ് ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് ഓരോ എക്സാമ്പിൾ ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് ഫിനോഫ്തലീൻ. എങ്ങനെയാണ് ഫിനോഫ്തലീൻ ഒരു ആസിഡ് ബേസ് ടൈട്രേഷനിൽ ഇൻഡിക്കേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്? ഓക്കെ. സോ ഇൻ അസിഡിക് സൊല്യൂഷൻ in the presence of excess H3O+ ion. ഇത് നമുക്ക് ഇക്വേഷൻ ആയിട്ട് എഴുതുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഫിനോഫ്തലീൻ എന്താണ്? വീക്ക് ഓർഗാനിക് ആസിഡ് ആണ്. വീക്ക് ഓർഗാനിക് ആസിഡ്. ഓക്കെ. സോ ഫിനോഫ്തലീൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെടുക്കുന്നു? HPH എന്ന് എടുക്കുന്നു. നേരത്തെ നമ്മൾ എച്ച് ഇൻഡിക്കേറ്റർ എന്നല്ലേ എടുത്തേ. ഇവിടെ ഫിനോഫ്തലീനെ ഞാൻ pH വെച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യും. ദെൻ ഇത് റിയാക്ഷനിൽ വരുന്ന സമയത്ത് എന്തായിട്ട് മാറും? അയണൈസ് ചെയ്തിട്ട് വീക്ക് ഓർഗാനിക് ആസിഡ് ആണ്. ആസിഡ് ആയതുകൊണ്ട് തന്നെ H+നെ വിട്ടുകൊടുക്കുന്നു. എന്നിട്ട് pH- ആയിട്ട് ആക്ട് ചെയ്യുന്നു. H3O+. ഓക്കെ. അൺഅയണൈസ്ഡ് ഫോമില് ഇതല്ലേ അൺഅയണൈസ്ഡ് ഫോം വരുന്നത്. സോ ഇവിടെ കളർലെസ് ആയിരിക്കും. നമ്മൾ ഒരു ടൈട്രേഷൻ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ഫോമിൽ ഇത് എന്താണ്? കളർലെസ് ആണ്. കളർലെസ് ടു പിങ്ക് ആണ് അവിടെ ചേഞ്ച് വരുന്നത്. ഓക്കെ. ഇനി ഒരു അസിഡിക് സൊല്യൂഷൻ ആണെങ്കിൽ ഇൻ അസിഡിക് സൊല്യൂഷൻ ദ പ്രസൻസ് ഓഫ് എക്സസ് H3O+. H3O+ എന്തായിരിക്കും? കൂടുതലായിരിക്കില്ലേ? H3O+ എന്ന് വെച്ചാൽ H+ന് ഇക്വലന്റ് ആണ്. സോ ഇതെന്തായിരിക്കും? കൂടുതലായിരിക്കും. അങ്ങനെ കൂടുന്ന സമയത്ത് ഇറ്റ് സപ്രസസ് ദ ഡിസോസിയേഷൻ ഓഫ് ഫിനോഫ്തലീൻ. ഫിനോഫ്തലീന്റെ ഡിസോസിയേഷൻ എന്ത് ചെയ്യുന്നു? അത് സപ്രസ് ചെയ്യുന്നു. സപ്രസ് ചെയ്യുന്ന സമയത്ത് ഇക്വിലിബ്രിയം എങ്ങോട്ടായിരിക്കും? ബാക്ക്വേർഡ്സ് ആയിരിക്കില്ലേ? ഇക്വിലിബ്രിയം വിൽ ബി ടുവേർഡ്സ് ലെഫ്റ്റ് സൈഡ്. ഈ സൈഡിലേക്കായിരിക്കും ഇക്വിലിബ്രിയം ഉണ്ടാവുക. സോ അക്വസ് സൊല്യൂഷൻ അസിഡിക് ആവുന്ന സമയത്ത് അസിഡിക് സൊല്യൂഷനിൽ H3O+ന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ H+ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അങ്ങനെ കൂടുന്ന സമയത്ത് അവിടെ എന്ത് ആക്ട് ചെയ്യുന്നു? കോമൺ അയോൺ എഫക്റ്റ് പ്രകാരം ഈ ഒരു ഫിനോഫ്തലീന്റെ ഡിസോസിയേഷൻ കുറവായിരിക്കും. അത് വീക്ക് ആയതുകൊണ്ട്. സോ ഇക്വിലിബ്രിയം വിൽ ബി ലൈസ് ടുവേർഡ്സ് ലെഫ്റ്റ്. ലെഫ്റ്റിലേക്കായിരിക്കും ഇക്വിലിബ്രിയം ഉണ്ടാവുക. ഓക്കെ. ഇനി ബേസിക് സൊല്യൂഷൻ ആണെങ്കിൽ
ബേസിക് സൊല്യൂഷൻ ബേസിക് ആവുന്ന സമയത്ത് അവിടെ എന്ത് വന്നു? OH മൈനസ് വന്നു. സോ ഈ ഒരു OH മൈനസ് എക്സസ് ആയിട്ടുള്ള H3O+ ആയിട്ട് കമ്പൈൻ ചെയ്യുന്നു. ഓക്കെ, സോ എക്സസ് H3O+ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ആ എക്സസ് ഉള്ള ആൾക്കാരുടെ അളവെല്ലാം എന്ത് ചെയ്തു? കുറച്ചു. അങ്ങനെ കുറയ്ക്കുന്ന സമയത്ത് റിയാക്ഷൻ എന്ത് ചെയ്യുന്നു? ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും നടക്കുക. സോ അവിടെ അയണൈസ്ഡ് ഫോം ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ അൺഅയണൈസ്ഡ് ഫോം ആയിരിക്കും. ദെൻ ബേസിക് സൊല്യൂഷനിൽ അയണൈസ്ഡ് ഫോം ആയിരിക്കും. ഇക്വിലിബ്രിയം ആദ്യത്തേലേക്ക് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്, രണ്ടാമത്തേൽ ടുവേർഡ്സ് റൈറ്റ് ആണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഫിനോഫ്തലീൻ ഒരു ടൈട്രേഷനിൽ ഇൻഡിക്കേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവിടെ 8 മുതൽ 10 വരെ വരുന്ന pHലാണ് നമുക്ക് ആരെ യൂസ് ചെയ്യാൻ പറ്റുക? ഫിനോഫ്തലീൻ ഇൻഡിക്കേറ്ററിനെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇതുപോലെ തന്നെയാണ് ആക്ഷൻ ഓഫ് മെത്തിൽ ഓറഞ്ച്. മെത്തിൽ ഓറഞ്ചും നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ്. സോ മെത്തിൽ ഓറഞ്ചിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞു ഫിനോഫ്തലീൻ ഒരു വീക്ക് ഓർഗാനിക് ആസിഡ് ആയിരുന്നു. മെത്തിൽ ഓറഞ്ച് ഒരു വീക്ക് ഓർഗാനിക് ബേസ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ആണ്. വീക്ക് ഓർഗാനിക് ബേസ് ഇൻഡിക്കേറ്റർ. സോ ഇവിടെ നമുക്ക് ഇക്വേഷൻ നോക്കാം. മെത്തിൽ ഓറഞ്ചിനെ ഞാൻ MEOH എന്ന് എടുത്തു. ഇത് മെത്തനോൾ അല്ലേ, മെത്തിൽ ഓറഞ്ചിനെ ഞാൻ ഡിനോട്ട് ചെയ്തതാണ്. മെത്തിൽ ഓറഞ്ച് ഇൻഡിക്കേറ്റർ. എന്തുകൊണ്ടാണ് MEOH എന്ന് എടുത്തത്? ബിക്കോസ് മെത്തിൽ ഓറഞ്ച് ഒരു വീക്ക് ഓർഗാനിക് ബേസ് ആണ്. സോ റിയാക്ഷനിൽ എനിക്ക് OH മൈനസിനെ വിട്ടുകൊടുക്കുന്നത് കാണിക്കണം, അതിനു വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. ദെൻ റിയാക്ഷനിൽ വരുന്ന സമയത്ത് ഇതെന്തായിട്ട് മാറും? Me+ഉം അതുപോലെ തന്നെ OH മൈനസും ആയിട്ട് മാറും. സോ ഇവിടെ അൺഅയണൈസ്ഡ് ഫോമിലായിട്ടുള്ള ഈ ഒരു മെത്തിൽ ഓറഞ്ച് യെല്ലോ കളറാണ് കാണിക്കുക. ഏത് കളർ കാണിക്കും? യെല്ലോ കളർ കാണിക്കും. യെല്ലോ. ദെൻ അയണൈസ്ഡ് ഫോമിലേക്ക് മാറുന്ന സമയത്ത് ഈ യെല്ലോ എന്തായിട്ട് മാറും? റെഡ് കളറിലേക്ക് ചേഞ്ച് ആവും. ഇതാണ് മെത്തിൽ ഓറഞ്ചിൽ നടക്കുന്ന കളർ ചേഞ്ച്, യെല്ലോ ടു റെഡ്. അൺഅയണൈസ്ഡ് ഫോമിൽ യെല്ലോ കളർ ആയിരിക്കും. അയണൈസ്ഡ് ഫോമിലേക്ക് വരുന്ന സമയത്ത് അത് എന്തായിട്ട് മാറും? റെഡ് കളറിൽ മാറും. ഇനി ഇൻ ആൽക്കലൈൻ സൊല്യൂഷൻ, നമ്മളെ സൊല്യൂഷൻ എന്താണ്? ബേസിക് ആണ് എന്ന് വിചാരിക്കാം. ആൽക്കലൈൻ സൊല്യൂഷനിൽ എന്തുണ്ടാവും? എക്സസ് OH മൈനസ് ഉണ്ടാവും. നോക്കാം, ആൽക്കലൈൻ സൊല്യൂഷനിൽ അല്ലെങ്കിൽ ബേസിക് ആണെങ്കിൽ, നമ്മളെ സൊല്യൂഷൻ ബേസിക് ആണെന്ന് വിചാരിക്കുക. സോ അവിടെ ആരുണ്ട്? എക്സസ് ആയിട്ട് OH മൈനസ് ഉണ്ടാവും. എക്സസ് OH മൈനസ് അയോൺസ്. സോ എക്സസ് OH മൈനസ് അയോൺസ് ഉള്ള സമയത്ത് എന്ത് നടക്കില്ല? ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കില്ലേ കൂടുതൽ നടക്കുക. ഡിസോസിയേഷൻ നടക്കുമോ? നമ്മൾ നേരത്തെ H3O+ന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ. സോ ഇവിടെ എക്സസ് OH മൈനസ് ഉള്ളത് കൊണ്ട് തന്നെ റിയാക്ഷൻ എന്തായിരിക്കും? ടുവേർഡ്സ് ലെഫ്റ്റ് ആയിരിക്കും. ടുവേർഡ്സ് ലെഫ്റ്റ്. In alkaline solution, excess OH minus will suppress ionization of methyl orange. So, equilibrium lies towards left. Towards left. ഇനി സൊല്യൂഷൻ അസിഡിക് ആണെന്ന് വിചാരിക്കാം. അസിഡിക് ആണെങ്കിൽ അവിടെ എന്തുണ്ടാവും? H+ അയോൺസ് ഉണ്ടാവും. സോ ഈ അസിഡിക് സൊല്യൂഷനിലെ H+ അയോൺസ് എന്തുമായിട്ട് റിയാക്ട് ചെയ്യും? എക്സസ് OH മൈനസുമായിട്ട് റിയാക്ട് ചെയ്യും. റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ റിമൂവ് ചെയ്യാലോ, അത് വാട്ടർ ആയിട്ട് റിമൂവ് ആയിട്ട് പോകും. ഓക്കെ, ഇപ്പോൾ H+ അയോൺസിന്റെ അല്ല OH മൈനസ് അയോൺസിന്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്തു. അങ്ങനെ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡിസോസിയേഷൻ അല്ലെങ്കിൽ അയണൈസേഷൻ നടക്കും. സോ ഇക്വിലിബ്രിയം ലൈസ് ടുവേർഡ്സ് റൈറ്റ്. റൈറ്റിലേക്കാണ് ഇക്വിലിബ്രിയം ഉണ്ടാവുക. എന്ത് ഫോമിലായിരിക്കും? അയണൈസ്ഡ് ഫോമിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ അയണൈസ്ഡ് ഫോമിലാണെങ്കിൽ അത് റെഡ് കളർ ആണ് കാണിക്കുക. അൺഅയണൈസ്ഡ് ഫോമിലാണെങ്കിൽ അത് ഓറഞ്ച് കളർ അല്ലെങ്കിൽ യെല്ലോ കളർ ആണ് കാണിക്കുന്നത്.
ഇതാണ് മെത്തിൽ ഓറഞ്ചിന്റെ ആക്ഷൻ എന്ന് പറയുന്നത്. സോ മെത്തിൽ ഓറഞ്ച് എവിടെയൊക്കെ ആക്ട് ചെയ്യുന്നത്? 3 to 4.5 ഈ ഒരു pH റേഞ്ചിലാണ് മെത്തിൽ ഓറഞ്ച് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മള് ഇൻഡിക്കേറ്റേഴ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ ആക്ഷൻ എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു തിയറിയാണ് പഠിച്ചത്. അതാണ് ഓസ്വാൾഡ് തിയറി. ഇനി രണ്ടാമത്തെ തിയറിയാണ് ക്വിനോയിഡ് തിയറി. ക്വിനോയിഡ് തിയറി വളരെ സിമ്പിൾ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഒരു വീക്ക് ആസിഡോ അല്ലെങ്കിൽ വീക്ക് ബേസോ ആയിരിക്കും ഇൻഡിക്കേറ്റർ. ഇത് എന്ത് ചെയ്യുന്നു? അയണൈസ്ഡ് ഫോമിൽ ഒരു കളറും അൺഅയണൈസ്ഡ് ആയിട്ടുള്ള ഫോമിൽ വേറൊരു കളറും ആയിരിക്കും കാണിക്കുന്നുള്ളത്. ക്വിനോയിഡ് തിയറിയിൽ വരുന്ന സമയത്ത് ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് എക്സിസ്റ്റ് ആസ് ടു ടോട്ടോമേഴ്സ്. ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് എന്തായിരിക്കും? ടോട്ടോമെറിക് ഫോമിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. ദെൻ രണ്ട് ഫോമിൽ ഉണ്ടാവും, ബെൻസിനോയിഡ് ഫോമും അതുപോലെ തന്നെ ക്വിനോയിഡ് ഫോമും. ബെൻസിൻ ഫോമിലും ഇതുപോലെ ഉണ്ടാവും, അല്ലെങ്കിൽ ക്വിനോൺ ഫോമില് ഈ ഒരു ഇതില് ഉണ്ടാവും. ഓക്കെ, സോ ഈ ഒരു ഫോർമാറ്റിലാണ് ഉണ്ടാവുന്നത്. ബെൻസിനോയിഡ് ഫോമിലാണെങ്കിൽ അതെന്തായിരിക്കും? ലൈറ്റ് കളേർഡ് ആയിരിക്കും. ക്വിനോയിഡിലാണെങ്കിൽ അത് ഡാർക്ക് കളർ അല്ലെങ്കിൽ ബ്രൈറ്റ് കളർ ആയിരിക്കും. ഇതാണ് വ്യത്യാസം. ഓക്കെ, ഇതിന്റെ മെയിൻ എക്സാമ്പിൾ, ഈ ഒരു എക്സാമ്പിൾ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. 4-നൈട്രോഫീനോൾ. 4-നൈട്രോഫീനോൾ ആണ് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. എങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോ 4-നൈട്രോഫീനോൾ വരയ്ക്കുകയാണെങ്കിൽ ഒരു OH ഉണ്ടാവും, അതുപോലെ തന്നെ NO2 ഉണ്ടാവും. NO2 ഞാൻ ഇങ്ങനെ എഴുതാം. ദെൻ OH മൈനസ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇതെന്തായിട്ട് മാറും? ക്വിനോയിഡ് ഫോമിലേക്ക് മാറും. സോ രണ്ട് ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, ബെൻസിനോയിഡും അതുപോലെ തന്നെ ക്വിനോയിഡും. ബെൻസിനോയിഡ് ഫോമിലാണെങ്കിൽ അതെന്തായിരിക്കും? ലൈറ്റ് കളേർഡ് ആയിരിക്കും. ക്വിനോയിഡ് ഫോമിലാണെങ്കിൽ ഡാർക്ക് അല്ലെങ്കിൽ ബ്രൈറ്റ് കളർ ആയിരിക്കും. ഓക്കെ, സോ ഈ ഒരു സ്ട്രക്ചർ, ഇത് ബെൻസിൻ പോലെയല്ലേ ഉള്ളത്, ഇതിനെയാണ് നമ്മൾ ബെൻസിനോയിഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് ക്വിനോൺ സിമിലർ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. സോ ഇതിനെ നമുക്ക് എന്ത് പറയാം? ക്വിനോയിഡ് സ്ട്രക്ചർ എന്ന് പറയാം. സോ രണ്ട് തിയറിയാണുള്ളത്, ഒന്ന് ഓസ്വാൾഡ് തിയറിയും രണ്ടാമത്തത് ക്വിനോയിഡ് തിയറിയും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ, ഈ ഒരു യൂണിറ്റിൽ ഇൻഡിക്കേറ്റേഴ്സിനെ പറ്റി മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് നോക്കേണ്ട ഒരു കാര്യം ചോയ്സ് ഓഫ് ഇൻഡിക്കേറ്റർ ആണ്. എങ്ങനെയാണ് നമ്മൾ ഒരു റിയാക്ഷനിൽ, ഒരു ടൈട്രേഷനിൽ ഏത് ഇൻഡിക്കേറ്റർ ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് എന്ന് കണ്ടുപിടിക്കാമെന്നാണ് നോക്കുന്നത്. സോ ടൈട്രേഷൻസിനെ നമുക്ക് പ്രധാനമായിട്ടും 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാ? സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് വരുന്നത്, അല്ലെങ്കിൽ വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് വരുന്നത്, സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് വരുന്നത്, ഇനി അല്ല രണ്ടും വീക്ക് ആവുന്നത്, വീക്ക് ആസിഡ് വീക്ക് ബേസ്. ഇങ്ങനെയാണെങ്കിൽ സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ആണെങ്കിൽ അവിടെ pH ചേഞ്ച് വരുന്നത് 4 to 10 ആയിരിക്കും. സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ആണെങ്കിൽ pH ചേഞ്ച് ഓൾമോസ്റ്റ് 4 to 10 വരിക. അതുകൊണ്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? മെത്തിൽ ഓറഞ്ച് യൂസ് ചെയ്യാം, മെത്തിൽ റെഡ് യൂസ് ചെയ്യാം, ഫിനോഫ്തലീൻ യൂസ് ചെയ്യാം. ഓക്കെ, പക്ഷെ വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് വരുന്ന സമയത്ത് ഇവിടെ ചേഞ്ച് വരുന്നത് 6.5 to 10 ആണ്. ഓക്കെ, സോ 6.5 to 10 ആയതുകൊണ്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് മെത്തിൽ ഓറഞ്ചിന്റെ റേഞ്ച് വരുന്നത് എത്രയാ? 3 to 4.5. ഈ ഒരു റേഞ്ചിലാണ് മെത്തിൽ ഓറഞ്ചിന്റെ pH റേഞ്ച് വരിക. സോ ഇവിടെ നമുക്ക് എന്ത് പറ്റില്ല?
മെത്തിൽ ഓറഞ്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ വി ആർ യൂസിങ് ഫിനോഫ്തലീൻ. ദെൻ അടുത്ത കേസാണ് സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ്. സ്ട്രോങ് ആസിഡ് വീക്ക് ബേസിൽ നമുക്ക് മെത്തിൽ ഓറഞ്ച് അല്ലെങ്കിൽ മെത്തിൽ റെഡ് ആണ് ഉപയോഗിക്കാൻ പറ്റുക. ആര് പറ്റില്ല? ഫിനോഫ്തലീനെ പറ്റില്ല. ബിക്കോസ് ഇവിടെ ചേഞ്ച് വരുന്നത് 3 to 7 ആണ്. ഫിനോഫ്തലീന്റെ ചേഞ്ച് വരുന്നത് എത്രയാ? 8 to 10 ആണ് ഫിനോഫ്തലീന്റെ pH ചേഞ്ച് വരുന്നത്. ഇനി വീക്ക് ആസിഡ് വീക്ക് ബേസിന്റെ കേസിൽ അവിടെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും ഒരു ഇൻഡിക്കേറ്റർ ഒന്നും ഉപയോഗിച്ചാൽ മതിയാവില്ല. സോ നമ്മൾ മിക്സ് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ അവിടെ നമ്മൾ വേറെ ടെക്നിക്സ് യൂസ് ചെയ്യും. അല്ല, ഒന്നുകിൽ പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻ, പൊട്ടൻഷ്യോമെട്രിക് ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കണ്ടക്ടൻസ് മെഷർ ചെയ്യാം. സോ ഇൻഡിക്കേറ്റേഴ്സിനെക്കാളും കൂടുതൽ ഇവിടെ നമ്മൾ പൊട്ടൻഷ്യലും അതുപോലെ കണ്ടക്ടൻസും ആണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ സാധനം എന്തോന്നു അതല്ലേ?